ഓക്കെ, ബാഗ് സെറ്റായി. അതാണ് നമ്മളെ ചങ്ക്, കോളേജിൽ പഠിച്ചേക്കന മിഥുൻ. എൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കാണിക്ക്. ആ സൗണ്ട് രാവിലെ തന്നെ ആൾക്കാരെ എണീപ്പിക്കുന്നില്ല. മതി, രാവിലെ തലാറായി. അയ്യോ എൻ്റെ പൊന്നെ, മല കൈ താങ്ങണേലുണ്ട്. സോ നമ്മളിനി പോണു, ചായ കുടിക്കുന്നു, എസ്കേപ്പ് അടിക്കുന്നു. ലെറ്റ്സ് ഗോ. സമയം 5:40 ആയിട്ടുണ്ടാവും, എന്തായാലും ആ ഒരു റേഞ്ച് ആയിട്ടുണ്ടാവും. കുറച്ച് ലേറ്റാണ്. നമ്മൾ സ്വതവേ പോണ പോലെ 3:30 ഇറങ്ങിയിട്ടില്ല. കാരണം ആ സമയത്ത് ഇറങ്ങിയിട്ട് വ്ളോഗ് ചെയ്യാൻ കഴിയില്ല, ഒരു തേങ്ങയും കാണില്ല റോട്ടിൽ. സോ ഇനി നമുക്ക് ചായക്കടയിൽ വെച്ച് കാണാം. സോ അവിടെ നിന്ന് നമുക്ക് നൈസായിട്ടൊരു ചായ കുടിച്ച് എസ്കേപ്പ് പറയാം. അതെന്താ ലോറിയോ? അയ്യോ കൈ പൊള്ളുന്നൊക്കെ ഇപ്പോൾ സോറിയുടെ മോനെ. ആ എന്ത് ഗേറ്റാണ്? ഓഹോ, ഇത് ഞാട്ടു. കോഴിക്കോട് മാപ്പിടാം. അയ്യോ വീട്ടിലോട്ട് മാപ്പിടാം. അപ്പം ബാംഗ്ലൂരിൻ്റെ ഒരറ്റം വരെ അവനും കൂടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അതിൽ നന്നായി, കമ്പനിക്ക് ഒരാളായി. മാപ്പ് ഇട്ടിട്ടുണ്ട്. 360 kilometers to go. സോ യാ, ലെറ്റ്സ് ഗോ ബോയ്സ്, ലെറ്റ്സ് ഗോ. സെറ്റാ. ഇവിടെ ഒറ്റ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് റീറൂട്ട് ആവും, മാപ്പിന് കൺഫ്യൂഷൻ ആവും. എനിക്ക് തോന്നുന്നു അത് വെച്ചിട്ടാണ് ഇവർ ഗൂഗിൾ മാപ്പിനെ ജഡ്ജ് ചെയ്തത്. നമ്മളെ കേരളത്തിൽ ആ സീനില്ല. ഇവിടെ കുറേ വഴികളുണ്ട്. ഇപ്പം ഇങ്ങനെ ടക്ക നമ്മളോടത്ത് പോലും ചോദിക്കാനാണ് റീറൂട്ട് ആവുക. ഈ ഗട്ടറുള്ള സമയത്ത് താഴ്ത്താവും, കുറച്ച് ലൂസാണ്. ഓക്കെ ബൈ മാൻ, സെറ്റ് ആയിക്കോട്ടെ. എല്ലാ നീ പറ്റുകയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് വരാം, നോക്കിയിട്ട് നോക്കാം, സെറ്റാക്കാം. ഓക്കെ പോട്ടെ. ഈ നോക്കി പോയിക്കോ. ഓക്കെ, അപ്പം അവനവിടെ നിന്ന് പോവാണ്. നമുക്ക് നേരെ അവനവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് ഇങ്ങനെ പോവും. സോ നമ്മളിപ്പോൾ ബാംഗ്ലൂർ ലെഫ്റ്റ് ചെയ്ത് മൈസൂർ ഹൈവേ കയറി. ഇനി ഫുള്ള് ഈ കാഴ്ചകൾ തന്നെയാണ്. കാഴ്ചയിലൊരു വ്യത്യാസം വരുമ്പോൾ അതോ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ ഞാൻ ബാക്കി അറിയിക്കാം. ഞാൻ ആക്ച്വലി ബാംഗ്ലൂരിൽ വന്നിട്ട് ഇന്നലെ നൈറ്റിലാണെന്ന് മര്യാദയ്ക്ക് പുറത്തിറങ്ങി. ഓക്കെ, അതും കുറച്ച് സമയം പുറത്തിറങ്ങിയിട്ടുള്ളൂ. പക്ഷേ മാൻ, ഒരു രക്ഷയില്ല സ്ഥലം. എന്താ പറയുക, ഭയങ്കര പോസിറ്റീവാണ് അവിടെ. കാലിക്കറ്റിലോട്ട് സത്യം പറയാൻ എനിക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല. ഇവിടെ നൈസായിട്ട് ഒരു റൂം റെൻറ്റിനെടുത്ത് സെറ്റിലായാലോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ നമ്മളൊന്ന് വീഡിയോ എടുക്കുകയാണ്, നാട്ടുകാർ മൊത്തം അങ്ങനെ ഷാർപ്പായിട്ട് തോന്നുന്നു. നാട്ടുകാർ നമ്മളെ അങ്ങനെ കുറ്റം പറയില്ല, ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഓക്കെ, അപ്പം നാട്ടുകാർ മൊത്തം നമ്മളങ്ങനെ കുറിപ്പിച്ച് നോക്കും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ നിനക്ക് വേണമെങ്കിൽ നീ എന്തൊക്കെ അയക്കോ, വിഷയമില്ല എന്നുള്ള മൈൻഡിലാണ്. ലൈക്ക് നമുക്കൊരു ഫ്രീഡം ഉണ്ട്. അതെനിക്കിപ്പം ലൈക്ക് ഞാൻ അവിടെ പോയാലും എനിക്ക് നല്ലപോലെ അത് മനസ്സിലായി. വണ്ടി ഒരു രക്ഷയില്ല. കംഫേർട്ട് ഒരു ബക്കറ്റ് മൊത്തം ഒഴിച്ച് വെച്ചൊരു വണ്ടിയാണിത്. എൻ്റെ മോനെ ടയർ നോക്ക്. ഞാനിതിപ്പം ഹൈവേയിൽ രണ്ടാമത്തെ വണ്ടിയാണ് ഇങ്ങനെ കാണുന്നത് ടയർ പൊട്ടിയിട്ട്. സീനാണ് മോനെ. എടുത്തുനിന്നൊക്കെ പൊട്ടുമ്പോൾ എന്താ അറിയോ, ലൈക്ക് ആ ഒരു സ്പീഡ് പോകുമ്പോൾ മേത്തോട്ടൊക്കെ തെറിയും. നമ്മളിപ്പം മൈസൂരിലാണുള്ളത്. ഇനി 200-210 കിലോമീറ്റർ ആ ഒരു റേഞ്ചിൽ ബാക്കി ഉണ്ടാവും. എവിടെയും കയറി നൈസായിട്ടൊന്ന് ഫുഡ് കഴിക്കണം. നോക്കട്ടെ. സ്ഥലം അതാ, പാലസ് പോണോ? ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ തോന്നിയിട്ടില്ല. എന്നാലും നൈസായിട്ടൊന്ന് സൈഡാക്കിയിട്ട്
അവിടുന്ന് 2 സ്നിക്കേഴ്സ് മേടിച്ച് കഴിച്ചു. അപ്പം അതവിടെ കഴിഞ്ഞ് ഇനിയിപ്പം ഒരൊറ്റ പോക്ക് അങ്ങോട്ട് വീട്ടിലോട്ട്. 194 കിലോമീറ്റർ ഉണ്ട് ബാക്കി. ലോങ് സ്ട്രെച്ച്, ഐ മീൻ 1 സ്ട്രെച്ചിൽ തീർത്താവുന്നത്. ഇവിടുന്ന് ആരും ഓടിക്കാണ്ടെന്നാൽ മതി. ഇനി സൺഫ്ലവർ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. നമ്മളിപ്പോൾ ആക്ച്വലി മുത്തങ്ങ കഴിഞ്ഞ് ബത്തേരിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. നമ്മൾ നേരെ ഡയറക്റ്റ് കോഴിക്കോട് എത്തുന്നു, എൻഡ് ഓഫ് സ്റ്റോറി, അത്ര തന്നെ. വ്യൂ ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. മഴ പെയ്യുന്നതുകൊണ്ട് GoPro അധികം റെക്കോർഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, കാരണം ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സീനാണ്. സോ എനിവേ, ഐ എം എൻഡിങ് ദ വീഡിയോ റൈറ്റ് ഹിയർ. Thank you for watching. Like the video, share the video, subscribe. Goodbye.